ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എൻ്റെ മടികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എപ്പിസോഡും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ മടിയുടെ കാര്യം. ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിന് മേലെ ആവുന്നു, എന്നിട്ടും ഞാൻ ഇതുവരെ വീഡിയോ ഇട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്. തെറ്റെന്നല്ല ഇതിനെ പറയേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അതെനിക്ക് മടിയായതുകൊണ്ടാണ്. അപ്പം നമ്മൾ നേരത്തെ ദിവ്യയുടെ കല്യാണം നടന്നത് അതേ സെയിം അമ്പലത്തിൽ വെച്ച് തന്നെയാണ് ദീപയുടെയും കല്യാണം നടന്നത്. ശ്രീ ഉച്ചമഹാകാളി ക്ഷേത്രം മണ്ണാർക്കാട്, അവിടെ വെച്ചിട്ടാണ് ദീപയുടെയും മാരേജ് നടന്നത്. അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഓഡിറ്റോറിയത്തിൽ വരികയാണ്. അത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അമ്പലത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയമാണ്. അവിടെ ചെറിയൊരു സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾ. ഇവർ പിന്നെ സ്വീകരിച്ച് കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചേറെ ഡാൻസ് പരിപാടികൾ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഐ തിങ്ക് ചെറുക്കൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, പെണ്ണിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നമ്മൾ കുറേ നേരം പിന്നെ ഡാൻസൊക്കെ കണ്ട് അവിടെ നിന്നു. കുറച്ച് ഭാഗം ഞാൻ നോക്കാം, പക്ഷെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് കോപ്പിറൈറ്റ് വീഴും. അതുകൊണ്ട് ഞാൻ ഈ ഡാൻസിൻ്റെ പാട്ട് ഭാഗമൊന്നും വെക്കാത്തത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ വെച്ചപ്പോൾ അത്രയും ഭാഗത്തിന് കോപ്പിറൈറ്റ് വീണ് ബ്ലോക്ക് വീണു പോയി. ഇപ്രാവശ്യം പിന്നെ ദീപയ്ക്കൊക്കെ ഒരു 1:30 ആകുമ്പോഴത്തേക്കിന് ഇറങ്ങണമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നേരത്തെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെണ്ണും ചെറുക്കനും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ അങ്ങനെ അവരെ ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പിന്നെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരുന്നു. കാരണം നമ്മൾ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കുറച്ച് നേരം എല്ലാവരും കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഒരു 5-6 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മേമ, സുത്തുട്ടി, പൊന്നൂസ്, അതേപോലെ തന്നെ മധു, സരിത മേമ, ചേച്ചി, ദിവ്യ, മനു, ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവളുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഒരു ചെറിയ കേക്ക് മുറി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോന്നു. ആക്ച്വലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്തതാണ്. അവർ പിള്ളേരെല്ലാം കൂടെ അവിടെ പാട്ടിട്ട് ഡാൻസ് കളിച്ച സമയത്ത് നമ്മുടെ ഒരു അനിയൻ പയ്യനും കൂടെ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ ആളുടെ ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടാ നമ്മുടെ കല്യാണ വിശേഷങ്ങൾ. ഇനി ബാക്കി വീഡിയോസുമായിട്ട് ഞാൻ നാളെ വരാം. ഇനി മുതൽ എന്തായാലും മുടങ്ങാതെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.